Good morning, all. Okay, good morning, പറഞ്ഞിട്ടൊരു റെസ്പോൺസ് ഇല്ലല്ലോ ക്ലാസ്സിൽ ഇല്ലാലും. ഓക്കെ, നോക്കാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വീണ്ടും എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതില് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? വായിച്ചോ നിങ്ങള്? അത്രയും ഭാഗം വായിച്ചു എല്ലാവരും? അതാകെ എടുക്കുന്ന ക്ലാസ്സുകളാണ്, അത് തന്നെ ഞാൻ വായിക്കാൻ പറയുന്നുണ്ട് മാക്സിമം. കാരണം പുറത്ത് മൊഡ്യൂളൊക്കെയാണ്, അപ്പൊ അതിനനുസരിച്ചിട്ട് പഠിക്കാനും നമുക്കുണ്ട് അല്ലെ, ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച്. സോ അന്ന് തന്നെ പഠിച്ചു പോകാം. ഇപ്പൊ നമുക്കത് ഈസി ആയിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോയിന്റ് വരെയാണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 1, 2, 3 പോയിന്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. ഇതിന് നമുക്ക് നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് എടുക്കണം. വായിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വായിക്കാൻ പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. 3 പോയിന്റുകൾ മാത്രം വായിച്ചു നോക്കിയാൽ മതി. ഇൻട്രൊഡക്ഷൻ ഭാഗം വായിക്കണ്ട, 3 പോയിന്റ് വായിക്കാം. ചാപ്റ്റർ നമ്പറോ? ചാപ്റ്റർ ഏതായിരുന്നു? പേഷ്യന്റ് ആൻഡ് മോണിറ്ററിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ചാപ്റ്റർ നമ്പർ ചിലപ്പോ മിസ്സിന്റെ അതിനകത്തുള്ളത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ഏതായിരുന്നു ചാപ്റ്റർ? 9th ചാപ്റ്റർ. ഓക്കെ, മൂന്ന് പോയിന്റ് വായിക്കാം കേട്ടോ. ആ പേജ് നമ്പർ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം 4ാമത്തെ പോയിന്റ്. ഓക്കെ ആണല്ലോ? 4ാമത്തെ പോയിന്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് എ ഹെൽത്ത് കെയർ തിങ്സ്. ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ റിക്വയർമെന്റ്, ഒരു ആവശ്യമാണെന്ന്. എന്തിനു വേണ്ടി? ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ഹെൽത്ത് കെയർ. ഒരു ഹെൽത്ത് കെയറിന്റെ ലക്ഷ്യം നിറവേറണമെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണെന്ന്. സിൻസ്, കാരണം എന്താണ്? ഇറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് ഡിസിഷൻ ടു ഫോളോ പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ഇൻ ദ ഫ്യൂച്ചർ. അതായത് പേഷ്യന്റ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി, നിങ്ങൾ ആ ഒരു ഡോക്ടറെ കണ്ടു, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസുഖം ഭേദമായി. നമുക്ക് എല്ലാ രീതിയിലും ഡോക്ടേഴ്സിന്റെ സേവനമായിക്കൊള്ളട്ടെ, ഹോസ്പിറ്റലിൽ നിന്നുള്ള സേവനം, നഴ്സസിന്റെ സേവനം, മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല സേവനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെയല്ലേ നമ്മള്, മീൻസ് നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാറില്ലേ? അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ, ഭാവിയിലും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഫഷണൽ ഹെൽത്ത് കെയറിനെ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. ആ ഒരു സെയിം ഡോക്ടറെ തന്നെ നമ്മൾ ചൂസ് ചെയ്യും അല്ലെ? ആ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴാണ് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയത്. ചിലവരുണ്ടാകും, ഇപ്പൊ കുഞ്ഞിക്കുട്ടികളെയൊക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട്, കുഞ്ഞുങ്ങളെ മാത്രമല്ല കേട്ടോ, നമ്മൾ തന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ തന്നെ ചൂസ് ചെയ്ത് കാണുന്നവരായിരിക്കും അല്ലെ? ചിലപ്പോൾ വർഷങ്ങളായിട്ട് സെയിം ആ ഒരു പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും അല്ലെ? അവരെന്ത് ചെയ്യും? അവർക്ക് ആ ഒരു ഡോക്ടറെ തന്നെ കാണണം. അവരെ തന്നെ കണ്ടാൽ മാത്രമേ അവരുടെ മീൻസ് അവരുടെ മൈൻഡ് അങ്ങനെയാണ് അല്ലെ? ഇപ്പൊ നമ്മളായാലും ഒരു ഡോക്ടറിൽ നിന്ന് നമുക്ക് നല്ലൊരു സേവനവും നല്ല നമുക്കൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? നമുക്ക് ആ ഡോക്ടറെ കണ്ടാൽ മാത്രമേ ഒരു തൃപ്തി ഉണ്ടാകുള്ളൂ. ചിലപ്പോ ഫാമിലി ഡോക്ടർ ആകും, ഓക്കെ അല്ലെ? അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ തന്നെ നമ്മൾ സെയിം ഒരു ഡോക്ടറെ തന്നെ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അപ്പോഴേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ അല്ലെ? ചിലപ്പോ നമ്മൾക്ക് ഡോക്ടർ ഇല്ല, ആ സമയത്ത് നമ്മൾ പുതിയൊരു ഡോക്ടറെ പോയി കണ്ടുവന്നിരിക്കട്ടെ, എങ്കിലും നമുക്കൊരു സംതൃപ്തി വരില്ല ഇല്ലേ? അങ്ങനെയാണോ? നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണോ? നമുക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു ഡോക്ടറെ കാണുമ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ, ഒരു സംതൃപ്തി നമുക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് വലിയൊരു ആസ്പെക്ട് തന്നെയാണെന്ന്.
അതിനാണ് പേഷ്യന്റിന് പിന്നെയും ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറയണം. അതൊരു കാര്യമാണ്, അതൊരു വേറൊരു വശം അല്ലെ. നമ്മൾ മറ്റു ഡോക്ടർ ആണെങ്കിൽ, നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് അറിയാൻ പറ്റും. അതൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത്, പേഷ്യന്റിന്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പറ്റുള്ളൂ. അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യന്റ് ചൂസ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ സെയിം ആ ഒരു ഡോക്ടറെ തന്നെയൊക്കെ പേഷ്യന്റ് ചൂസ് ചെയ്യണമെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. Patient can evaluate their quality of care they get as they pay attention to all components of care. The science of medicine, the art of care and amenities of care. Patient സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ പേഷ്യൻസിന് നമ്മൾ വിലയിരുത്തണമെന്ന്. ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണമാണോ പേഷ്യന്റിന് കൊടുത്തത്, ദെൻ അതിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന്. സയൻസ് ഓഫ് മെഡിസിൻ. എന്താ സയൻസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്? സയൻസ് ഓഫ് മെഡിസിൻ അതായത് അവിടുന്ന് നൽകുന്ന മെഡിസിൻസുകളും മരുന്നുകളും സേവനങ്ങളും അല്ലെ. ദെൻ ആർട്ട് ഓഫ് കെയർ, പരിചരണം എങ്ങനെയാണ് രോഗിക്ക് നമുക്ക് നൽകുന്ന സ്റ്റാഫുകൾ കൊടുക്കുന്ന പരിചരണമായിക്കൊള്ളട്ടെ, ഡോക്ടേഴ്സ് കൊടുക്കുന്ന മറ്റു സ്റ്റാഫുകൾ കൊടുക്കുന്ന പരിചരണം എങ്ങനെയാണ്. ദെൻ അമനിറ്റീസ് ഓഫ് കെയർ. എന്താ അമനിറ്റീസ് എന്ന് പറയുന്നത്? അമനിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അമനിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെസിലിറ്റികളാണ്. ഓക്കെ, ഫെസിലിറ്റിയിലെ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? എക്സാമ്പിൾ എന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ അമനിറ്റീസ് എന്ന് പറയുന്നത്? സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് സൗകര്യങ്ങള്? ഒരു ലബോറട്ടറി വേണം, എക്സ്റേ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫാർമസി ഉണ്ടായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ലബോറട്ടറിയും ഫാർമസിയും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? അതിനുവേണ്ടി നമ്മൾ പുറത്തു പോകേണ്ടതായിട്ട് വരും അല്ലെ. അവിടെ ഇരിക്കുന്ന പേഷ്യന്റിന് പുറത്തു പോകേണ്ടതായിട്ട് വരും. സ്കാനിങ്ങും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? പുറത്തു പോകേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അമ്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം, സൗകര്യങ്ങളും ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. ദെൻ അഞ്ചാമത്തെ പോയിന്റ് വായിക്കാം, എന്നിട്ട് നിങ്ങൾ 2 പോയിന്റുകൾ ഇത് വായിക്കണം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. Hospital satisfaction questionnaire asked respondents general questions in connection with. ഇനി നമുക്ക് ഒരു ക്വസ്റ്റിനെയർ കൊടുക്കാതെ പേഷ്യന്റിന്റെ സംതൃപ്തി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന് ഒരു ക്വസ്റ്റിനെയർ നമുക്ക് നൽകാവുന്നത്. ആ ക്വസ്റ്റിനെയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കി. റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. ക്വസ്റ്റിനെയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ, റിസപ്ഷനിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഹോസ്പിറ്റൽ ക്ലീൻലിനെസ്, ഹോസ്പിറ്റലിന്റെ ശുചിത്വം എങ്ങനെയാണ്. ദെൻ സൈനേജുകൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സൈനേജുകളിൽ നെയിം ബോർഡ്സ് ഒക്കെ വെക്കുമല്ലോ. സ്കാനിങ് സെക്ഷൻ അല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ ഓരോ ഡോക്ടേഴ്സിന്റെ പേരുകൾ, ഡിപ്പാർട്ട്മെന്റ്സുകൾ അങ്ങനെയുള്ള സൈനേജുകൾ. ഹോസ്പിറ്റൽ ഫുഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റിനെയറിൽ ഉൾപ്പെടുത്താം. Patient satisfaction survey is important from the view of improvement of quality of services and to achieve maximum satisfaction of the inpatient. Patient satisfaction survey എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. എന്തിനു വേണ്ടി? ഇംപ്രൂവ്മെന്റ് ക്വാളിറ്റി സർവീസസ്, നമുക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർവേ നമുക്ക് ഉപയോഗമാണെന്ന് അല്ലെ. നമ്മൾ പറഞ്ഞു എക്സാമിന് ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരുണ്ടോ? അല്ലെ, നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു പറഞ്ഞു ടീച്ചേഴ്സിന്റെ. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫീഡ്ബാക്ക് എടുക്കുന്നത്? അതിൽ നിന്നും പോരായ്മ അറിയാൻ പറ്റും അല്ലെ. എന്റെ പോരായ്മ എന്താണ്? ചിലപ്പോ ചില സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടാകും ക്ലാസ് ചിലപ്പോ ഒന്നും കൂടി ചിലപ്പോ വിശദീകരണങ്ങൾ തരണം അല്ലെ. ചിലപ്പോ സ്പീഡ് കൂടുതലാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് നമ്മുടെ പോരായ്മ എന്താണോ ആ പോരായ്മനെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ക്വസ്റ്റിനെയർ കൊടുക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് പേഷ്യൻസിന്റെ എവിടെയാണോ പ്രശ്നങ്ങൾ ഉള്ളത്, ചിലപ്പോൾ ഏതെങ്കിലും ഏരിയയിലായിരിക്കും പോരായ്മ വരുന്നത്. സോ ആ ഏരിയ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഏരിയയിൽ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാം. ദെൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകളിൽ നിന്നും കൂടുതൽ അവരിൽ നിന്നാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ പോരായ്മ എന്താണെന്ന്. നമ്മളിപ്പോ ഒരു ദിവസം ചെന്നു ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? നിങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 7 ദിവസമോ അവിടെ അഡ്മിറ്റ് ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ സേവനം എങ്ങനെയാണ്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, ചിലപ്പോൾ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടോ അവിടെ,
എന്നറിയാൻ പറ്റുന്നത് എപ്പോഴാണ്? നമ്മൾ അഡ്മിറ്റ് ആകുമ്പോഴാണ്. അതാണ് അവിടെ പറയുന്നത് ഇൻപേഷ്യന്റ്. ഓക്കെ, ഒരു ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവരിൽ നിന്നുമാണ് നമുക്ക് കൂടുതലും അവരുടെ ഒരു സംതൃപ്തി, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറയുന്ന പോയിന്റ്സ്? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. 4ഉം 5ഉം പോയിന്റ് വായിക്കാം കേട്ടോ. ഇതിൽ വീണ്ടും വീണ്ടും പറയുന്നത് കൂടുതലായിട്ടും പേഷ്യന്റിന്റെ സംതൃപ്തിക്കാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം തന്നെയാണ് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ഒരുപാട് മീൻസ് നിങ്ങൾ തന്നെ എഫോർട്ട് എടുത്തത് വായിച്ച് സ്വയം കുറച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ദെൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നാലാമത്തെയും 5ാമത്തെയും പോയിന്റ് കേട്ടോ വായിക്കാൻ പറഞ്ഞത്. വായിച്ചു നോക്കാം. സയൻസ് ഓഫ് മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നതേ നമ്മൾ കൊടുക്കുന്ന പരിചരണം ഉണ്ടല്ലോ, ഇപ്പൊ മരുന്നുകൾക്ക് കൊടുക്കുന്നതും ആ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ജസ്റ്റ് സയൻസ് എന്ന് ചേർത്തിരിക്കുന്നത് മാത്രം. ഓക്കെ, കെയർ കൊടുക്കുന്നതും മെഡിസിൻസുകളൊക്കെ നമ്മളിപ്പോ പറഞ്ഞല്ലോ, അതായത് അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുറത്തു പോകേണ്ടതായിട്ട് വരുമോ, അങ്ങനെയുള്ള എല്ലാ കെയറുകളും. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ പറഞ്ഞത് മാത്രമേ കേട്ടോ സയൻസ് ഓഫ് മെഡിസിൻ എന്ന്. കംപ്ലീറ്റ് ചെയ്തോ? 4ഉം 5ഉം പോയിന്റ് ആണേ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഒരു രോഗിയുടെ സംതൃപ്തിയുടെ ലക്ഷ്യങ്ങൾ നോക്കാം. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. അല്ലേ, നമുക്കറിയാം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഇസ് ഹോസ്പിറ്റൽസ് എല്ലാം പേഷ്യന്റ് സെൻട്രിക് ആണെന്ന്. പേഷ്യൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൊടുക്കുന്നത് പേഷ്യൻസിനാണ്. ഒബ്ജക്റ്റീവ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും പേഷ്യന്റ് സെൻട്രിക് ആണ്. പേഷ്യന്റിനാണ് നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു ഉപാധി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതായത് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ ജിജ്ഞാസ എന്ന് പറയാൻ പറ്റും. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഫാക്ടർ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്, ഘടകമാണെന്ന്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അൾട്ടിമേറ്റ് goal of the hospital is the continent is the its customer. അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി, കസ്റ്റമറിന്റെ സംതൃപ്തി എന്നതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അതായത് എന്താണ്? ഉപഭോക്താവിന്റെ സംതൃപ്തി. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? കസ്റ്റമർ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കസ്റ്റമർ പേഷ്യന്റ് ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുമാണ്, പേഷ്യന്റ് ആണ്. സോ പേഷ്യന്റിന്റെ കോൺഡിമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ആണ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രോഗിയുടെ സംതൃപ്തിയാണ്.
Then നാലാമത്തെ point, not only to satisfy and care for patient and families, but also positive outcomes for staff, the community and health organization. അപ്പോ പേഷ്യന്റിനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഫാമിലിക്കും സാറ്റിസ്ഫൈ അല്ലെങ്കിൽ കെയർ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കംസും സ്റ്റാഫിനും കൂടി വേണമെന്ന് അല്ലെ. സ്റ്റാഫിനും കുറച്ച് നമ്മള് കെയർ അല്ല, അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കാണ്. പേഷ്യന്റിനും ഫാമിലിക്കും നമ്മൾ പരിചരണം കൊടുക്കുക, അവരെ സംതൃപ്തരാക്കുക എന്നതുപോലെ തന്നെ നല്ലൊരു ഔട്ട്കം സ്റ്റാഫിനും ഉണ്ടാക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലൈസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ സംതൃപ്തി റിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് പ്രവർത്തിക്കുന്നത് അതിലൂടെയാണ്? ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, അല്ലെ, സ്റ്റാഫിന്റെ മോട്ടിവേഷൻസിലൂടെയാണെന്ന്. അതായത് സ്റ്റാഫുകൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ കിട്ടിയാൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കില്ലേ? ആണോ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എക്സാം എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾ ഫ്യൂച്ചർ ജോബിലേക്ക് വേണ്ട ഒരു കരിയർ ഗൈഡൻസ് പോലുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നിങ്ങളുടെ പഠനത്തിലെ ഇംപ്രൂവ്മെന്റ്സ് വരുമോ? വരില്ലേ? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുമ്പോൾ അല്ലെ, അപ്പൊ ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. നമുക്കൊരു എന്താ പറയാ, ഒരു സ്കഫോൾഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. സോ ഇവിടെയും പറയുന്നത് വർക്കേഴ്സ് മോട്ടിവേഷൻ. നമുക്ക് വർക്കേഴ്സിന് സ്റ്റാഫുകൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത് പേഷ്യന്റിനെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കും. ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്. പേഷ്യന്റിനോട് ഒരു ഡെഡിക്കേഷൻ, എന്താ, ഒരു അർപ്പണബോധം ഉണ്ടാകും അല്ലെ. നല്ല രീതിയിൽ പേഷ്യന്റിനോട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ, നേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഡെഡിക്കേഷൻ ആണ് ശരിക്കും അല്ലെ. ഒരു അർപ്പണബോധം ഉണ്ടായിരിക്കേണ്ട ഒരു മറ്റേതൊരു ഫീൽഡിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഡോക്ടർ, നേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ആ ഒരു പൊസിഷൻ ഒന്ന് വേറെയാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കണം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ്, മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്, 5 ഒബ്ജക്റ്റീവ്സ് ആണ്. ഓരോന്നും അർത്ഥം മനസ്സിലാക്കി വായിക്കാം, ദെൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, മീനിങ് മനസ്സിലാക്കി വായിക്കുക. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഭാഗമൊന്നുമില്ല, നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അത്. വായിച്ചു നോക്കുക കേട്ടോ, ഓരോ പോയിന്റും മനസ്സിലാക്കി മീനിങ് മനസ്സിലാക്കി വായിക്കുക. കോംപ്ലിമെന്റ്സ് മീൻസ് എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. സംതൃപ്തി എന്നുള്ള ഒരു മീനിങ് ആണ്. കസ്റ്റമർക്ക് സംതൃപ്തി. കോംപ്ലിമെന്റ്സ് എന്ന് വെച്ചാല് സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. മുകളിൽ എഴുതി വെച്ചോളൂ കേട്ടോ അറിയില്ലാത്തത്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ ഒബ്ജക്റ്റീവ്സ്. വായിച്ചിട്ട് ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ആ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പ്രവേശിക്കുകയാണ്. നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, പേഷ്യന്റ് രോഗിയുടെ സംതൃപ്തി അളക്കുന്നതിനുള്ള ആവശ്യകത എന്താണ്? Patient satisfaction is an important scale to measure overall healthcare quality. Underline ചെയ്യാം, പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് ഒരു ഇമ്പോർട്ടന്റ് സ്കെയിൽ ആണ്. എന്തിനാ? ഒരു ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി പരിശോധിക്കുന്നതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് രോഗിയുടെ സംതൃപ്തി. Okay. With the help of patient satisfaction survey, ഒരു സർവേയുടെ സഹായത്തോടു കൂടി നമുക്ക് രോഗിയുടെ സംതൃപ്തി അളക്കാനായിട്ട് സാധിക്കുന്നു. എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് രോഗിയുടെ സംതൃപ്തിയെ മെഷർ ചെയ്യാൻ പറ്റും, അതിലൂടെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. It is an invaluable tool to catch patient feedback without much effort. ഇതൊരു ഇൻവാല്യുബിൾ ആയിട്ടുള്ള ടൂൾ ആണ്. To catch patient feedback without much effort. വലിയ എഫേർട്ട് ഒന്നും കൂടാതെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂൾ ആണ്. ഏതാണ് ടൂള്? ടൂൾ ഏതാണ്? ആൻസർ ഏതാണ്? ഇമ്പോർട്ടന്റ് ടൂള്. അപ്പൊ നമ്മൾ വായിച്ചതാ. ടൂള് ഏതാണ്? ഇമ്പോർട്ടന്റ് ടൂള്. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ രോഗിയുടെ സംതൃപ്തി അളക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഏതായിരുന്നു? മാർഗം ഇപ്പൊ നമ്മൾ വായിച്ചു പറഞ്ഞതാ. Patient satisfaction survey. Okay, feedback അല്ല, സർവേ. Okay, ഇമ്പോർട്ടന്റ് ടൂൾ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരു സർവേ നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല, അല്ലെ? അതിലൂടെ നമുക്ക് പെട്ടെന്ന് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനായിട്ട് സാധിക്കുന്നു. Then next സെക്ഷനിൽ നമ്മൾ ഇത് നോക്കുന്നത് 5 reasons why should measure patient satisfaction. രോഗിയുടെ സംതൃപ്തി അളക്കാനായിട്ടുള്ള 5 കാരണങ്ങൾ. ഓക്കെ, ഈ 5 കാരണങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ രോഗിയുടെ സംതൃപ്തിയെ അളക്കുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ 5 എണ്ണത്തിന്റെ പേരുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം, നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഉയർന്ന രീതിയിലായിട്ടുള്ള നല്ലൊരു പരിചരണം പേഷ്യന്റിന് കൊടുക്കുക. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് അവർ നല്ല രീതിയിൽ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നുണ്ടോ, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ. മൂന്നാമതായിട്ട് പറയുന്നത് ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. അല്ലേ, അതായത് പേഷ്യൻസിൽ തന്നെ പല ക്യാരക്ടറുള്ള പേഷ്യൻസ് ഉണ്ടാകും. നിങ്ങളുടെ ഒരു ക്യാരക്ടർ പോലെയാണോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ? ഇങ്ങനെയാണോ? പല രീതിയിൽ വരുന്ന ആളുകളുണ്ട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അയ്യോ, ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്. എല്ലാവരും ഒരേ ലെവലിലുള്ള ആളുകളല്ല. ലെവൽ മീൻസ് അവരുടെ മാനസികാവസ്ഥ പല വ്യത്യസ്തങ്ങളായിരിക്കാം. സോ ആംഗ്രി ആയിട്ടുള്ള മിഫ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ തിരിച്ചറിയാൻ വേണ്ടി, ആംഗ്രി എന്ന് വെച്ചാൽ അറിയാലോ, ചിലപ്പോ അവര് എപ്പോഴും ഭയങ്കര ദേഷ്യ സ്വഭാവമുള്ളവരായിരിക്കാം. മിഫ്ഡ് ആയിട്ടുള്ളവര്, മൂഡ് ഓഫ് ഒക്കെ ആയിട്ടുള്ളവര്, ചിലപ്പോ അത് മാനസികമായിട്ട് തകർന്ന നിലയിലുള്ള പേഷ്യൻസുകളും വന്നേക്കാം. സോ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ. നാലാമതായിട്ട് പറയുന്നത് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ, രോഗിയുടെ എക്സ്പീരിയൻസ്, അവന്റെ അനുഭവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ, നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അവന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ. Then last one, അഞ്ചാമതായിട്ട് പറയുന്നത് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. റിട്ടൻഷൻ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ധാരണ, അതായത് പേഷ്യന്റിന്റെ ധാരണ ഇംപ്രൂവ് ചെയ്യാന്ന്. ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളിപ്പോ പോകുമ്പോ, നിങ്ങളിപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ല, പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ പരിചരണവും ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിച്ചു കഴിയുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആണോ? നമ്മൾ പോകാതെ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ സ്വയം പോയി അവിടുന്ന് നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഇങ്ങനെയാണ്, അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെയല്ലേ? മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ ഓക്കെ നല്ല ഹോസ്പിറ്റലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എങ്കിലും നമ്മൾ നേരിട്ട് പോയി നമ്മൾ അവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാറുള്ളൂ. ആണോ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ല, എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർ തന്നെ നിങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചുകളിൽ ചിലപ്പോൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അവർ പറഞ്ഞു നല്ലൊരു ഇതാണ്, കോഴ്സാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്, അല്ലെ, നല്ല ക്ലാസ്സുകളൊക്കെയാണ്.
then നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ആണോ? അങ്ങനെയല്ലേ? നമ്മൾ അതിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അവിടെ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളുടെ ധാരണ, റിട്ടൻഷൻ റേറ്റ് ഇംപ്രൂവ് ചെയ്യിക്കാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവിടെ വലിയ സേവനങ്ങളൊന്നും ഇല്ല, ആ ഹോസ്പിറ്റലിൽ അവിടെ വലിയ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളില്ല, അല്ലെങ്കിൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാന്നായിരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സേവനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ധാരണയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പൊ ക്ലിയർ ആയോ റിട്ടൻഷൻ എന്താണെന്നുള്ള ഒരു മീനിങ്? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? റിട്ടൻഷൻ, ധാരണ ക്ലിയർ ആയോ? റിപ്ലൈ ഒന്നും ഇല്ലാലോ ആരും. എല്ലാവരും ഉറക്കത്തിലാണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉറക്കത്തിലാണോ? കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും ഒരു എന്താ പറയാ, സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പോയിന്റ് ആണ്, ആ പോയിന്റ് എടുത്ത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാൻ വായിച്ചെന്ന് മാത്രം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 5 റീസൺസ് ആണ്. ഓരോ റീസൺ ആണ് നമ്മൾ ഇനി എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ടീച്ചർ പറഞ്ഞു ചെയ്തു തരാം. അപ്പൊ നമ്മൾ ഇനി ഓരോ റീസൺ പറയുന്നു, ഓരോ റീസൺ എന്താണെന്ന് പറയുന്നു, ദെൻ ഹോസ്പിറ്റലിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു, ദെൻ അതിന്റെ ഈ ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്. ഇനി ഓരോ പോയിന്റും ഈ ഒരു ആ ഒരു മോഡലിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. ആദ്യത്തെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. നല്ലൊരു രോഗി, ഉയർന്ന നിലയിലുള്ള രോഗി പരിചരണം കൊടുക്കുക. നോക്കാം. Measuring patient satisfaction helps the hospital ascertain the areas of improvement and centers on to provide better patient care services. Ascertain എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാക്കുകയാണ്. അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റല് ഇംപ്രൂവ്മെന്റ്സ് ചെയ്യുകയാണ്, ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസസ് ഉറപ്പാക്കുകയാണ്. അതായത് നല്ലൊരു രോഗി പരിചരണം എല്ലാ പേഷ്യൻസിനും ഉറപ്പാക്കുക. Achieving a high level of satisfaction is directly dependent on high quality patient care services given by the team of specialized doctors and hospital staff. അതായത് നല്ലൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും ഹൈ ക്വാളിറ്റി, ഉയർന്ന ഒരു ഗുണനിലവാരമുള്ളൊരു സേവനം കൊടുത്താൽ മാത്രമേ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒരു ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? നമുക്കറിയാം, നല്ലൊരു ഡോക്ടറുടെ സേവനവും നല്ലൊരു സ്റ്റാഫുകൾ, നഴ്സസിന്റെ ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ, മറ്റു ലബോറട്ടറി, എക്സ്റേ എന്നിങ്ങനെയുള്ള എല്ലാ ഏരിയകളിൽ നിന്നും നമുക്ക് ഹൈ ക്വാളിറ്റി, നല്ലൊരു ഉയർന്ന ഗുണനിലവാരമുള്ളൊരു പരിചരണം ലഭിച്ചാൽ മാത്രമേ പേഷ്യന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. The entire staff must consider patient with warmness from the receptionist who arrange the appointments, doctors providing right treatment to the nurse taking vital stats of the patients. അപ്പൊ ഇതെല്ലാം രീതിയിലാണ് നമ്മൾ ഉയർന്ന രീതിയിലുള്ള പരിചരണം കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. കണ്ടോ? സ്റ്റാഫ് മസ്റ്റ് കൺസിഡർ പേഷ്യന്റ് വിത്ത് വാംനെസ് ഫ്രം ദ റിസപ്ഷൻ. റിസപ്ഷനിൽ തന്നെ നല്ലൊരു വാംനെസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് നല്ലൊരു എന്താ പറയാ, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു വാംനെസ് ആയിട്ട് എന്താ പറയാ, ഒരു ഊഷ്മളമായിട്ടുള്ള രീതിയിൽ അവരെ സ്വാഗതം ചെയ്യുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം അവരെ റിസപ്ഷനിൽ നിന്നും അറിയിക്കാൻ. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഡോക്ടേഴ്സ് നല്ലൊരു റൈറ്റ് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പേഷ്യന്റിന് മറ്റ് എല്ലാ രീതിയിലും നഴ്സസിന്റെ സഹായം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ കൊടുത്താൽ മാത്രമേ പേഷ്യന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ഈ ബോക്സ് എല്ലാം ഇവിടെ തുടങ്ങിയൊന്ന് വായിക്കണം കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങി ഈ 5 റീസൺസ് ഒന്ന് വായിക്കുക. ദെൻ ഫസ്റ്റ് റീസൺ മാത്രം പറഞ്ഞിട്ടുള്ളൂ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കാം. ദെൻ ഇത് വായിച്ച് നമ്മൾ തന്നെ സ്വയം ഒന്ന് വായിച്ച് മനസ്സിലാകുന്ന രീതിയിലുള്ളൂ. വേറെ മെഡിക്കൽ ടേമുകളൊന്നുമില്ല, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വായിച്ചു നോക്കാം.
ബിഫിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, മൂഡ് ഓഫ് മീൻസ് ഇപ്പൊ ചില അസുഖങ്ങൾ മൂലം അവർ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു മീനിങ് ആണ് ബിഫിഡ്. പല രീതിയിലും പറയാം ബിഫിഡ് എന്നുള്ളത് കേട്ടോ. ചിലപ്പോ അസുഖം മൂലം ചിലവരിങ്ങനെ അവരുടെ അസുഖത്തെ തുടർന്ന് ഭയങ്കര ആരോടും മിണ്ടാതാവുക, ഒരു ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥയിലൊക്കെ എത്തുന്ന പേഷ്യൻസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ഒരു മീനിങ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇനി അപ്പൊ നമ്മൾ നോക്കിയത് ടു പ്രൊവൈഡ് ടോപ്പ് ലെയർ പേഷ്യന്റ് കെയർ അല്ലെ. വൈറ്റൽ സ്റ്റാറ്റസോ ഏതായിരുന്നു? ഓക്കെ ഓക്കെ, ലാസ്റ്റ് അല്ലെ. അതായത് ഡോക്ടേഴ്സ് ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക ടു ദ നേഴ്സ് ടേക്കിംഗ് വൈറ്റൽ സ്റ്റാറ്റസ് ഓഫ് പേഷ്യൻസ്. അതായത് ഡോക്ടറിന്റെ പറയുന്നത് അനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ഒരു സേവനങ്ങൾ കൊടുക്കുകയാണ് പേഷ്യന്റിന്. ഓക്കെ, പരിചരണം കൊടുക്കാന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ടോപ്പ് കെയർ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാറ്റസ് എന്നാണ് കേട്ടോ, സ്റ്റാറ്റസ് എന്നാണ് കേട്ടോ, അത് അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാറ്റസ് എന്നാക്കാം കേട്ടോ, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എന്നെ പറഞ്ഞു പോയപ്പോൾ. നെക്സ്റ്റ് നോക്കുന്നത് വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യൻസിന്റെ രോഗി പരിചരണം, പേഷ്യന്റിന്റെ കെയർ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമ്മളിവിടെ പറഞ്ഞത് പേഷ്യൻസിന് ഉയർന്ന നിലയിലുള്ള പരിചരണം കൊടുക്കുക. ദെൻ വീണ്ടും നമ്മൾ ഈ ഒരു പോയിന്റ് ഇപ്പൊ തന്നെയാണ് പറയുന്നത്, പേഷ്യന്റിന് കൂടുതൽ സർവീസ് നല്ലൊരു പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നോക്കിയ പോയിന്റ് ആണ്, ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനസ് ഇൻ ടൈം അല്ലെ. കൃത്യസമയത്തുള്ള രോഗനിർണയങ്ങൾ നടത്തി കൊടുക്കുകയാണ് പേഷ്യന്റിന്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, അപ്പൊ കറക്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ പേഷ്യന്റിന്റെ രോഗം കണ്ടെത്തണം, എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. അപ്പൊ കൃത്യസമയത്തുള്ള ഒരു ഡയഗ്നോസിസ് ടെസ്റ്റുകൾ പേഷ്യൻസിന് നമ്മൾ നടത്തുക. Then second one, increase and improve access to physician. Increase and improve access to physician അല്ലെ. അതായത് ഫിസിഷ്യനിലേക്കുള്ള ഒരു ആക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ഫിസിഷ്യനിലേക്ക് പേഷ്യന്റിനെ എത്തിക്കുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു, അപ്പൊ ഇപ്പൊ നൈറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ചെന്നപ്പോൾ ചിലപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇല്ലേ, ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാകും. ചിലപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചെല്ലുന്ന ഒരു സമയത്ത് ഫിസിഷ്യനോ മറ്റു ഡോക്ടേഴ്സ് ഉണ്ടാകില്ല. ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു നൈറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കുട്ടിനെ കൊണ്ട് ചെന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ടുണ്ടാകും. ദെൻ ആ ഡോക്ടർ എന്ത് ചെയ്യും, ഫിസിഷ്യനിലോട്ട് ആക്സസ് ചെയ്യണമെന്ന് അവര് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് അങ്ങനെയല്ല, മറിച്ച് ആ ഒരു ടൈമില് രോഗിന് പേഷ്യന്റിന് സുഖമാക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുക. ദെൻ നമ്മൾ ആ എന്താ പറയാ, നമ്മളുടെ ആ ഒരു ഡ്യൂട്ടി ഡോക്ടേഴ്സ് പറയും മോർണിംഗില് കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ പീഡിയാട്രിഷ്യൻ വരുമ്പോൾ റെഫർ ചെയ്തിട്ടുണ്ടാകും.
അല്ലെങ്കിൽ ഫിസിഷ്യനെ റെഫർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ബെറ്റർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിഷ്യനിലേക്കും മറ്റും ആക്സസ് ചെയ്യുന്നത്. ഒരു ഡോക്ടറാണ് രോഗി പരിചരണം ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, അത്യാവശ്യം ഡോക്ടറിന് അറിയാലോ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. എങ്കിലും ഫിസിഷ്യനെ കൂടി ഒന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം ഒന്ന് ആക്സസ് ചെയ്യും. ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പീഡിയാട്രീഷ്യനോ ഒന്ന് മോർണിംഗിൽ കാണിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു കൃത്യസമയത്ത് തന്നെ അങ്ങനെ ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി രോഗി പരിചരണം നമുക്ക് കിട്ടും. ക്ലിയർ ആയോ ആ പോയിന്റ്? രോഗി ഡോക്ടറെ കാണിച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിഷ്യനിലേക്ക് ഒന്ന് ആക്സസ് ചെയ്യും. കൃത്യസമയത്ത് രോഗം പെട്ടെന്ന് അസുഖം നല്ല രീതിയിൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിസിഷ്യനെ കാണിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ശരിയായിട്ടുള്ള ചികിത്സക്ക് ശുപാർശ ചെയ്യാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് തന്നെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. ട്രീറ്റ്മെന്റ് പ്ലാൻസ് എപ്പോഴും ഓഫർ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യാന്ന്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? നിങ്ങൾക്ക് അറിയാലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഓഫർ കോസ്റ്റിലാണോ? ആണോ? ഓഫർ കോസ്റ്റ് ആണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോവാറുണ്ടല്ലോ. അപ്പൊ ഒരു ചെറിയൊരു പനിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവിടെ ചിലവാകാറുണ്ട് ഇല്ലേ? നിങ്ങൾ ആരും പോകാറില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും. എങ്ങനെയാണ്, ഓഫർ കോസ്റ്റിലാണോ അവിടെ നിന്ന് തരുന്നത്? ഓരോന്നിനും ഡോക്ടേഴ്സിനെ കാണാനാണെങ്കിലും മറ്റോരോ ടെസ്റ്റുകൾക്കും നല്ലൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാന്ന് അല്ലേ? അതായത് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അധികം വലിയ കോസ്റ്റ് ചിലവിലൊന്നും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. അപ്പൊ പേഷ്യന്റിനും കുറച്ചും കൂടി നമ്മളോടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. Then last one, provide quality care post discharge. അതായത് ഡിസ്ചാർജിന് ശേഷവും നല്ലൊരു ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കാന്ന്. മിക്ക ഹോസ്പിറ്റലുകളിൽ നമ്മൾ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഫോളോ അപ്പുകളൊക്കെ തരാറുണ്ട് അല്ലേ? അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് കാണാൻ പറയും. ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റുകളൊക്കെ റിസൾട്ട് കൊണ്ടൊക്കെ ഒന്ന് വരാം. ഈ ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ഫോളോ അപ്പുകൾ പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിന് പേഷ്യന്റിന്റെ കെയർ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി അത് ഇംപ്രൂവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങൾ. കറക്റ്റ് കൃത്യസമയത്ത് ഡയഗ്നോസിസ് നൽകുക, അതുപോലെ തന്നെ ഫിസിഷ്യനെ ആക്സസ് ചെയ്യണം, ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസ് കൊടുക്കുക. ദെൻ ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷവും ഫോളോ അപ്പുകൾ കൊടുക്കുക. ഓക്കെ, വായിച്ചു നോക്കുക എന്തൊക്കെയാണ് പോയിന്റ്സുകൾ പഠിക്കണം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു പോയിന്റിൽ തന്നെയാണ് പറയുന്നത്, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ആണ്, അതായത് എങ്ങനെയെല്ലാം നമുക്ക് പേഷ്യന്റിന്റെ കെയർ മീൻസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സുകൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഏകദേശം കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനസ്. കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുക. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ദെൻ പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുക. ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്, അതായത് ഒരു പേഷ്യന്റിന് ഒരു സ്നേഹവും പിന്തുണയും കൊടുക്കുക. റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. ആവശ്യമില്ലാതുള്ള ഫോളോ അപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് പേഷ്യന്റിന് ആവശ്യമുള്ള ഫോളോ അപ്പുകൾ മാത്രം കൊടുക്കുക. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണാൻ പറയുക, അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിനോടൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറയുക. അപ്പൊ ആവശ്യമില്ലാതെ പേഷ്യന്റിന് കൂടുതലായിട്ടും നമ്മൾ ഫോളോ അപ്പുകൾ കൊടുക്കുന്നത് റെഡ്യൂസ് ചെയ്യാൻ കുറയ്ക്കുക. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ് വീണ്ടും ഇംപ്ലിമെന്റിൽ പറയുന്നത് കേട്ടോ. ഇത് വായിച്ചു നോക്കി ഒരു പ്രാവശ്യം ഇംപ്ലിമെന്റിങ്. ഈ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ റീസണിലുള്ള ആദ്യത്തെ ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ് ആണ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ.
ഇനി വീണ്ടും സെക്കൻഡ് പോയിന്റ് അടുത്തത് ടു മെഷർ ഹോസ്പിറ്റൽ ഉണ്ടോ? അതിലും നമ്മൾ വീണ്ടും എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ദെൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതികൾ എന്തൊക്കെയാണ്? ദെൻ അതിന്റെ ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസ്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഈ 6 പോയിന്റ്സ് പറയുന്നത് കേട്ടോ. 6 പോയിന്റ്സ് ആണോ? അല്ല, 5 റീസണിൽ പറയുന്നത് ആ ഒരൊറ്റ ഫോമിൽ തന്നെയാണ്, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇംപ്ലിമെന്റിങ് ഒന്ന് വായിച്ചു നോക്കി. ഫോർത്ത് പോയിന്റ് ആണോ? അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് ആണോ? അതാണോ ഫോർത്ത് പോയിന്റ് ഉദ്ദേശിച്ചത്? ഓക്കെ, അതായത് ഒരു പേഷ്യന്റിന് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ അവർക്ക് ഒരു പരിചരണവും അതുപോലെ തന്നെ ഒരു പിന്തുണയൊക്കെ കൊടുക്കാണ്. അതായത് ഇപ്പോ ചില നഴ്സുമാരൊക്കെ നമുക്കറിയാം, നമുക്കിപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോ എന്താണ് പ്രിന്റിൽ ക്ലിയർ അല്ലെന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ, ഗിവ് അൺകണ്ടീഷണൽ വളരെ ചെറുതാക്കിയാണ് തന്നിരിക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന പ്രിന്റ് സോറി ടെക്സ്റ്റിലും പ്രിന്റിലും ഒക്കെ വളരെ കുഞ്ഞിതാക്കിയാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? അത്യാവശ്യം വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒട്ടും വായിക്കാൻ പറ്റുന്നില്ല, കുറച്ച് പേർക്ക് വായിക്കാൻ പറ്റുന്നില്ല. എല്ലാ പോയിന്റ്സും അങ്ങനെ തന്നെയാണോ? സെക്കൻഡ് പോയിന്റും ഫോർത്ത് പോയിന്റും ആണ് ക്ലിയർ അല്ലാത്തത്, അങ്ങനെയാണോ? ആണോ? ഓക്കെ, അങ്ങനെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക നിങ്ങൾ. സെക്കൻഡ് പോയിന്റ് ഒന്ന് എഴുതി വെക്കുക. ഞാൻ വായിക്കാം, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ക്ലിയർ അല്ലാത്തത് എഴുതി വെക്കാം. ഞാൻ ഫസ്റ്റ് തുടങ്ങി വായിക്കാം, അങ്ങനെ മതിയോ? എഴുതി വെക്കോ നിങ്ങള്? ഒട്ടും വായിക്കാൻ പറ്റാത്തത് ഒന്ന് എഴുതി വെക്കുക നിങ്ങൾ. ആ ടെക്സ്റ്റിൽ തന്നെ അവിടെ തന്നെ ഒന്ന് എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ്, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഒന്നാമത്തെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആണ്. സെക്കൻഡ് പോയിന്റ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് എഴുതി വെച്ചേക്കാം. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. ഫില്ലിംഗ് ഒന്നും വേണ്ടല്ല, എഴുതിക്കോളൂലേ? വലിയ കുട്ടികളല്ലേ, എഴുതിക്കോളൂലേ? ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. ക്ലിയർ അല്ലാത്തത് എഴുതി വെക്കാം കേട്ടോ. രണ്ട് ക്ലിയർ അല്ലെന്നാ പറഞ്ഞത് കുറച്ച് പേർക്ക്. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. എഴുതിയോ? ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ് എഴുതിയില്ല എല്ലാവരും? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ. Provide cost-effective treatments and quality care. നാലാമത്തെ പോയിന്റ്, give unconditional love and support. നാലാമത്തെ ക്ലിയർ അല്ലാന്ന് പറഞ്ഞത് എഴുതി വെക്കാം കേട്ടോ. Give unconditional love and support. എനിക്ക് തോന്നണേ 2ഉം 4ഉം നമ്മൾ ആ സർക്കിൾ വ്യത്യാസമുണ്ട് അല്ലെ? ചെറിയ സർക്കിൾ കുറച്ചും കൂടി ഡാർക്കൻഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണോ ടെക്സ്റ്റിൽ നിങ്ങളുടെ? ചെറിയ സർക്കിൾ ക്ലിയർ അല്ലേ? അത് കുറച്ചും കൂടി ഡാർക്കൻ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് കുറച്ച് ലൈറ്റ് ആണ്, അതാണ് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, എഴുതി വെച്ചോളൂ. Give unconditional love and support. അഞ്ചാമത്തത് എഴുതിയോ? Reduce unnecessary follow-up visits. Reduce unnecessary follow-up visits. ക്ലിയർ ആയോ? ഓക്കെ ആയോ? എഴുതി വെച്ചോ? വായിക്കാൻ പറ്റും ബുദ്ധിമുട്ടുള്ളത്? ഓക്കെ, ദെൻ അടുത്തത് രണ്ടാമത്തെ റീസൺ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. To know the performance of hospital staff. ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രവർത്തനത്തിന് വിലയിരുത്താൻ നോക്കാം.
It's necessary to keep pulse on hospital staff's performance at regular intervals. Pulse on staff എന്ന് പറഞ്ഞാൽ എന്താണ്? പൾസ് ഒന്ന് വിശദീ ഓരോ ഇന്റർവെൽസിലും നമുക്ക് നഴ്സസിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അതായത് ഓരോ ഇന്റർവെൽസിലും ഓരോ സമയങ്ങളിലും അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക. ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. അല്ലെ, ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകൾ പേഷ്യന്റ് കെയറും ബെറ്റർ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവര് നല്ല ഹാപ്പി ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വർക്കും അതോടൊപ്പം ഹാപ്പി ആയിരിക്കും. ഇപ്പൊ ഭയങ്കര പ്രഷറൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, അതായത് ഭയങ്കര വർക്ക് പ്രഷറൊക്കെ ആണെങ്കിൽ അത് അവരുടെ വർക്കിൽ കാണിക്കും. അപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഭയങ്കര അവിടുത്തെ സ്റ്റാഫ് ഇപ്പൊ ഭയങ്കര ടാർഗറ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര സ്റ്റാഫ് മാനേജറിന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രഷർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അത് ഇഫക്ട് ചെയ്യില്ലേ? ചെയ്യോ? നമ്മൾ നല്ല ഫ്രീ മൈൻഡ് ആണ്, ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹാപ്പി സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ബെറ്റർ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. If patients are not satisfied with their visit, there is a possibility that patient will choose for services from another provider. ഇനി പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവരുടെ വിസിറ്റില്, ആരുടെ വിസിറ്റില്? നഴ്സസിന്റെ സേവനങ്ങളിലും അവരുടെ വിസിറ്റിലും പേഷ്യന്റ് അവിടെ ഒരു സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്യും? അനദർ പ്രൊവൈഡറിനെ ചൂസ് ചെയ്യും, അല്ലെ? മറ്റൊരു വ്യക്തിനെ ചൂസ് ചെയ്യും. ഇപ്പൊ ഒരു ഡോക്ടറിൽ നിന്നും സ്റ്റാഫിൽ നിന്നും നല്ലൊരു കെയർ അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാകും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ സ്റ്റാഫുകളും ഒരേപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയാണോ? എല്ലാ സ്റ്റാഫുകളും ഒരേ മൈൻഡിൽ അങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? അല്ല, ചില സ്റ്റാഫുകൾ നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും, അല്ലേ? പക്ഷെ ചിലവർ എന്തായിരിക്കും, ഒരു ഹെഡ് വെയിറ്റ് പോലെയൊക്കെ ഉണ്ടാകും ചില സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിൽ, അല്ലേ? റൂഡായിട്ട്. ഹെഡ് വെയിറ്റ് എന്ന് പറഞ്ഞത് നമ്മള് കോമൺ ആയിട്ട് പറയുന്ന കാര്യമല്ലേ, അല്ലെ? അപ്പൊ ചിലവര് ഭയങ്കര റൂഡായിട്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചോദിക്കുമ്പോൾ അവര് നമ്മളോട് ഒരു നല്ല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്ത് പറയും? നമ്മൾ ചിലപ്പോൾ ഡയറക്ട്ലി ചില ആളുകൾ കംപ്ലൈന്റ് ചെയ്യും, സ്റ്റാഫിന്റെ പെരുമാറ്റം ഞങ്ങളോട് ഇങ്ങനെ റൂഡായിട്ടായിരുന്നു, അല്ലേ? അപ്പൊ മറ്റു സ്റ്റാഫിനെ മറ്റ് അനദർ പ്രൊവൈഡർ നമ്മൾ തേടുന്നു. Therefore, it's necessary to listen to the patients, which will make them feel strengthened. അതിനാൽ എന്ത് വേണം? പേഷ്യൻസിനെ നെസസറി അത്യാവശ്യമുള്ള ലിസൺ ചെയ്യണം. അവിടുത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് അറിയുക എന്ന്, അല്ലെ? അല്ലാതെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുകയല്ല വേണ്ടത്. അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കണം. എങ്കിലേ അവർക്കൊരു സ്ട്രെങ്തൻ മീൻസ് അവർക്കൊരു സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളത്. മീൻസ് അവരുടെ പേഷ്യന്റിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ, ഒരു ഫീൽ ഉണ്ടാകുള്ളൂ. ഞങ്ങളോട് ഇങ്ങനെ സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ ഇത് വേണം, പേഷ്യന്റിനോട് നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങളെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുക. വായിച്ചു നോക്കുക കേട്ടോ. To know the performance of hospital staff. വായിച്ചു നോക്കി എല്ലാവരും. ഈ ഒരു പാരഗ്രാഫ് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീണ്ടും അതിന് നമുക്ക് സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം, ദെൻ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തായാലും ടൈം ഇല്ലല്ലോ. അപ്പോ എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? കുറച്ച് അത്യാവശ്യം വായിക്കാനുണ്ട്. എഫേർട്ട് എടുത്ത് തന്നെ വായിക്കണം, ഇല്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അറിയാലോ, 4th മൊഡ്യൂൾ ആകുമ്പോഴേക്കും കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് പഠിക്കാനും ഒരു സമയം കണ്ടെത്താം. ഓക്കെ, വായിച്ചു നോക്കാം. അതാത് ക്ലാസ്സുകൾ അങ്ങനെ തന്നെ മാക്സിമം വായിക്കാം. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചത് ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ഓൾ.